അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് തീർച്ചയായിട്ടും വേണം. കാരണം അത് വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. ഈ റോഡ് അപകടം ഉണ്ടായതുകൊണ്ട് റോഡിൽ കൂടി ഇനി മേലാൽ വണ്ടി ഓടണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായെന്ന് കരുതി ഇനി വെടിക്കെട്ട് വേണ്ട എന്നല്ല തീരുമാനിക്കേണ്ടത്. പകരം അതിൻ്റെ സുരക്ഷ, അവിടെ റിസ്ക് ഉണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താൻ ഉത്തരവാദപ്പെട്ട ജീവന സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത്, മേൽനോട്ടമാണ് വഹിക്കേണ്ടത്. അതിനുള്ള ലീഡർഷിപ്പാണ് നമുക്കിവിടെ കേരളത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇപ്പോൾ അതില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റുക? ഞാൻ ഈ ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാനതിനെപ്പറ്റി എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു സെഗ്രിഗേഷൻ കണ്ടില്ല. അതായത് ഓലപ്പടക്കം ഉണ്ടാക്കുന്നതും അമിട്ടുണ്ടാക്കുന്നതും കൊണ്ടുണ്ടാക്കുന്ന അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഒരുമിച്ചിരുന്ന് കുറേയധികം ആളുകൾ കൂടി ഇരുന്ന് അങ്ങ് ചെയ്യുന്നു. അതിന് ഓലപ്പടക്കം ഉണ്ടാക്കുന്ന ഒരു സെഗ്രിഗേറ്റ് ചെയ്യുക, അതൊരു ഒരു ഒരു 1-2 പേര് അത് ഒരു സ്ഥലത്ത്, ഗുണ്ടൊരു സ്ഥലത്ത്, അമിട്ട് വേറൊരു സ്ഥലത്ത്, പിന്നെ ബാക്കി ഉള്ള കാര്യങ്ങൾ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത, അപകടം ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഒരു ആഘാതത്തിൻ്റെ ഒക്കെയുള്ള ഒരു തോത് തീർച്ചയായിട്ടും കുറയും.